നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിസ്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജംഗിൾ എയർ ക്രാഷിനകത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. പേജ് നമ്പർ 116 നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണാം. ഹാവ് യു എവർ ബീൻ ഇൻസ്പയർഡ് ഓർ മോട്ടിവേറ്റഡ് ബൈ സംവൺ ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും നിങ്ങളെ ഇൻസ്പയർഡ് ചെയ്തിട്ടുണ്ടോ, നിങ്ങളെ ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? യെസ് എന്നാണ് ഉത്തരമെങ്കിൽ യെസ് ഐ ഹാവ് സീൻ ഇൻസ്പയർഡ് എന്ന് എഴുതാം. അല്ലെങ്കിൽ നിങ്ങളെ ആരും മോട്ടിവേറ്റ് ചെയ്തിട്ടില്ല, നിങ്ങളെ ആരും പ്രചോദിപ്പിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എഴുതാം നോ. അപ്പം ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും നിങ്ങളെ ഇൻസ്പയർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട് ഓർ ഹൂ ഹാസ് ഇൻസ്പയർഡ് യു ഇൻ യുവർ ലൈഫ്? എന്താണ് നിങ്ങളെ ഇൻസ്പയർഡ് ചെയ്തത്? അപ്പോൾ നിങ്ങൾക്ക് എഴുതാം മൈ ഫാദർ, അല്ലെങ്കിൽ മദർ, ടീച്ചർ, അല്ലെങ്കിൽ ഫ്രണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ പോപ്പുലർ പേഴ്സണാലിറ്റി ആയിരിക്കാം. ഇപ്പം എം ടി വാസുദേവൻ നായർ പോലെയോ സച്ചിൻ ടെണ്ടുൽക്കറെ പോലെയോ ഗാന്ധിജിയെ പോലെയൊക്കെയുള്ള മോട്ടിവേറ്റ് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിലുണ്ടായിരിക്കും. അപ്പോൾ യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. സോ യു ക്യാൻ ഓൾസോ ഗെറ്റ് ഇൻസ്പിറേഷൻ ഫ്രം എ ഡിസയർ ടു ബി ദി ബെസ്റ്റ് യു ക്യാൻ ബി. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും സ്വപ്നങ്ങളായിരിക്കാം, അല്ലേ, അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നുള്ള നിങ്ങളുടെ സ്വപ്നങ്ങളായിരിക്കാം നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അത് നിങ്ങളെ ഇൻസ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ യു ക്യാൻ റൈറ്റ് എനിത്തിങ്. ഓക്കെ. Then question number 3, what is the role of inspiration in shaping your personality? നമ്മുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയെ രൂപീകരിക്കുന്നതിൽ ഇൻസ്പിറേഷനുള്ള പങ്ക് എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിനകത്ത് ആൻസർ എന്താ വരിക? ഇൻസ്പിറേഷൻ ഹെൽപ്സ് അസ് ടു റിമൈൻ മോട്ടിവേറ്റഡ് ഈവൻ ഇൻ ടെസ്റ്റിംഗ് ടൈംസ്. അതായത് ഏറ്റവും നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന സമയങ്ങളുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ പോലും നമുക്ക് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാൻ, നമ്മൾ ഇൻസ്പയർഡ് ആയിട്ടിരിക്കാൻ, എപ്പോഴും ആക്റ്റീവായിട്ട് നിലനിൽക്കാൻ ഇത്തരത്തിലുള്ള ഇൻസ്പിറേഷൻ നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മൾ ആലോചിക്കും, നമ്മളുടെ റോൾ മോഡലായിട്ടുള്ള ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ ആണെങ്കിൽ അദ്ദേഹം എത്രത്തോളം ത്യാഗം സഹിച്ചാണ് ഈ ഒരു സ്ഥിതിയിലെത്തിയത് എന്ന് നമ്മൾ ആലോചിക്കും. നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കും. പിന്നെ എന്തുകൊണ്ട് എനിക്ക് കഴിയില്ല എന്നുള്ളൊരു കാര്യത്തിൽ വരും, അല്ലേ? അപ്പം ദെൻ ഇറ്റ് ഹെൽപ്സ് അസ് ടു സ്ട്രൈവ് ബെറ്റർ. നമ്മളെ മുന്നോട്ട് നയിക്കാൻ, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ അത് കൂടുതൽ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ടു റിമെയിൻ ഡിറ്റർമൈൻഡ് ടു എൻഷുർ സക്സസ്. അതേപോലെ തന്നെ എപ്പോഴും ഡിറ്റർമൈൻഡ് ആയിട്ട് ഞാനത് നേടിയെടുക്കും എന്നുള്ള ഒരു സ്വപ്നത്തിൽ നിന്ന് നിലനിൽക്കാൻ നമ്മളത് സഹായിക്കും. ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ദ ഗോൾസ് ആർ അച്ചീവ്ഡ് ആൻഡ് ദ ടാർഗറ്റ്സ് ആർ മെറ്റ്. നമ്മൾ ലക്ഷ്യങ്ങളെല്ലാം നേടിയെടുത്തു എന്നുള്ളത് നമ്മളെ എപ്പോഴും ആ ഒരു മോട്ടിവേഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ആ ഒരു ഗോളിൽ, ആ ഒരു ലക്ഷ്യത്തിലെത്തി നമുക്ക് തോന്നുന്നത്. ബട്ട് ഓവറോൾ ഇഫ് വി ക്യാൻ സീ ദ പോസിറ്റീവ് സൈഡ് ഓഫ് എവറിത്തിങ് വി വിൽ ബി ഏബിൾ ടു ലിവ് മച്ച് റിച്ചർ ലൈഫ് ദാൻ അതേഴ്സ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ നെഗറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിലും അതിൽ നിന്നെല്ലാം മാറി പോസിറ്റീവായിട്ട് നിലനിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറ്റുള്ളവരെക്കാളും നല്ലൊരു ലൈഫ് നമുക്ക് ജീവിച്ച് തീർക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളിടത്ത് അങ്ങനെ ഒരു മനസ്സിലാക്കൽ നമുക്ക് വരും. ഓക്കെ. ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇഫ് യു ആർ ഇൻ ചാലഞ്ചിങ് സിറ്റുവേഷൻസ് വാട്ട് വിൽ യു ഡു? നിങ്ങളൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നിലനിൽക്കുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യുന്നത്? ഇപ്പോൾ ജംഗിൾ എയർ ക്രാഷിൽ ജൂലിയൻ കോപ്കി ജീവിതം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവളുടെ ഒരു ഡിറ്റർമിനേഷൻ, അവളുടെ ഒരു മനസ്സിൻ്റെ ഒരു മനസാന്നിധ്യം, ശക്തി ആണ് അവളെ മുന്നോട്ട് നയിച്ചത്, അല്ലേ? അപ്പോൾ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. ഐ വുഡ് കൺസിഡർ ഈച്ച് ചാലഞ്ച് ആസ് എ ബ്ലെസ്സിങ് ടു നോ മോർ അബൌട്ട് ലൈഫ്. അപ്പോൾ ഞാനാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ചലഞ്ചുകളും, ഓരോ പ്രതിസന്ധിയും ജീവിതത്തിൽ ഏറ്റവും ദൈവം തരുന്ന ഒരു അനുഗ്രഹമായിട്ട് കണക്കാക്കും. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടും ഒരു അറിവുണ്ടാവുകയുള്ളൂ. ആൻഡ് ഐ വുഡ് ലുക്ക് ഫോർ വേസ് ടു ഓവർകം ദി അഡ്വേഴ്സ് സിറ്റുവേഷൻ. അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ളത് ഞാൻ പഠിക്കും. ആൻഡ് ഐ വുഡ് റിയലൈസ് ദാറ്റ് ഐ സ്റ്റിൽ ഹാവ് ഓപ്ഷൻസ് ആൻഡ് ദെൻ അസർട്ട് എക്സാക്ട്ലി വാട്ട് ഐ വാണ്ട് ഫോർ മൈ സെൽഫ്. എനിക്ക് വേണ്ടത് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവും, അല്ലേ? അത് നമുക്ക് ഏതൊരു സിറ്റുവേഷനെയും ഓവർകം ചെയ്യാൻ സാധിക്കും. ആൻഡ് ഐ വുഡ് പേ ഗ്രേറ്റർ അറ്റൻഷൻ ടു വാട്ട് ഈസ് ഗോയിങ് റൈറ്റ് ഫോർ മീ ദാൻ വാട്ട് ഈസ് നോട്ട്. എനിക്ക് ശരി എന്താണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയും എന്താണ് തെറ്റ് എന്നുള്ളത് തിരിച്ചറിയുകയും എന്നിട്ട് എൻ്റെതായിട്ടുള്ളൊരു ശരി നമ്മൾ കണ്ടെത്തുകയും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രേറ്റർ അറ്റൻഷൻ കൊടുക്കുകയും അതിന് വേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യും, അല്ലേ? ബാക്കിയുള്ളവർ എന്തും പറഞ്ഞോട്ടെ, കാരണം ദിസ് ഈസ് അവർ ലൈഫ്. നമ്മൾ വേണം. ഇപ്പം നമ്മൾ ഇപ്പം സച്ചിൻ
സച്ചിൻ്റെ ലൈഫിലാണെങ്കിലും നമുക്കറിയാം എന്തിനാണ് കുട്ടി ഇങ്ങനെ കളിച്ച് നടക്കുന്ന, പഠിച്ചൂടെ എന്ന് പറയും അല്ലേ. പക്ഷേ ആ നേരത്ത് പഠിക്കാൻ പോയിരുന്നെങ്കിൽ നമുക്കൊരു സച്ചിനെ നഷ്ടപ്പെടുമായിരുന്നു. അപ്പം ആ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം, നമ്മുടെ വഴി എന്താണെന്ന് ഉള്ളൊരു കണ്ടെത്തൽ നമുക്ക് വേണം. പിന്നീട് ഈ ഒരു കളി കൊണ്ട് തന്നെ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് ലൈഫിൽ നേടിയപ്പോൾ സച്ചിൻ്റെ പിറകെ ഓട്ടോഗ്രാഫിന് വേണ്ടി നടന്നു ഒരുപാട് ആളുകൾ അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ അച്ചീവ് ചെയ്യുന്ന ദിവസം വരെയും നമുക്ക് എപ്പോഴും തളർത്തലുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക. Then with hope, determination and perseverance, I would try to overcome the disabilities. എൻ്റെ കഴിവില്ലായ്മകൾ ഒരുപാട്, നമുക്ക് നെഗറ്റീവ് സൈഡുകൾ ഉണ്ടായിരിക്കും. നമുക്ക് ചിലപ്പോൾ സാമ്പത്തിക സ്ഥിതി ഉണ്ടായില്ലായിരിക്കും, പക്ഷേ നമുക്ക് ചിലപ്പോൾ പലതും നേടിയെടുക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷേ നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള പ്രതീക്ഷ, നമ്മുടെ ഡിറ്റർമിനേഷൻ ആൻഡ് പെർസീവറൻസ് എന്ന് പറഞ്ഞാൽ സ്ഥിരോത്സാഹം, സ്ഥിരമായിട്ട് വർക്ക് ചെയ്യാനുള്ള മനസ്സ്, ഇതെല്ലാം കൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഇല്ലായ്മകളെ നേരിടാൻ സാധിക്കും. സോ അങ്ങനെയാണ് നമ്മളൊരു ചലഞ്ചിങ് സിറ്റുവേഷൻസ് എന്ത് ചെയ്യുന്നത്, ഓവർകം ചെയ്യുന്നത്. Then I would believe in what Charles Swindoll taught. Life is 10% what happens to you and 90% how you react to it. അപ്പം ചാൾസ് സ്വിൻഡോൾ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ 10% നമ്മുടെ ലൈഫിൽ നമ്മൾ വിചാരിക്കാത്തതൊക്കെ നടക്കും, പക്ഷേ 90% നമുക്ക് തീരുമാനിക്കാം നമ്മൾ എങ്ങനെ അതിനോട്ട് റിയാക്ട് ചെയ്യണം എന്നുള്ളത്. I would believe that every difficult situation will enrich my life. നമ്മൾ മനസ്സിലാക്കണം, ഓരോ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനും നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് നമ്മളെ സമ്പന്നമാക്കുകയാണ് ചെയ്യുന്നത്, കുറേ അനുഭവങ്ങൾ നമുക്ക് തന്നിട്ട്. ദ ലൈഫ് ദാറ്റ് വിൽ ബി ആൻഡ് ദ ലൈഫ് ഐ ഹാവ് റൈറ്റ് നൗ. എനിക്കിപ്പോഴുള്ള ലൈഫ് എന്താണോ അത് ഞാൻ ഇതുവരെ കഷ്ടപ്പെട്ടിട്ടുള്ള കഷ്ടപ്പാടുകളിൽ നിന്നുണ്ടായതാണ് എന്നുള്ളൊരു തിരിച്ചറിവ് വേണം. ആൻഡ് സക്സസ് ഈസ് നോ ആക്സിഡൻറ്റ്. സക്സസ് മറ്റാരോ കൊണ്ട് തരുന്ന അപ്രതീക്ഷിതമായിട്ടുള്ളൊരു സംഗതിയല്ല. ലക്ക് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും, ഭാഗ്യം എന്നൊക്കെ പറയുമെങ്കിലും, അതിനകത്ത് 90% നമ്മുടെ വർക്ക് തന്നെയാണ് വരുന്നത്. ഇറ്റ് ഈസ് ഹാർഡ് വർക്ക്, പെർസിവറൻസ്, ലേണിംഗ്, സ്റ്റഡിയിങ്, സാക്രിഫൈസ് ആൻഡ് മോസ്റ്റ് ഓഫ് ഓൾ ലവ് ഓഫ് വാട്ട് യു ആർ ഡൂയിങ്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും കഠിനാധ്വാനമാണ്, നമ്മുടെ സ്ഥിരോത്സാഹമാണ്, നമ്മുടെ ഓരോ നിമിഷത്തെയും പഠനമാണ്, ഓരോ നിമിഷത്തെയും അറിവ് ആണ്, അതുപോലെ ത്യാഗങ്ങളാണ്. മോസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിനകത്തോട്ട് നിങ്ങൾക്കുള്ള സ്നേഹമാണ് യഥാർത്ഥത്തിൽ വിജയം എന്ന് പറയുന്നത്. നിങ്ങൾ സ്നേഹത്തോടു കൂടി ഒരു കാര്യം ചെയ്താൽ നിങ്ങൾക്ക് വിജയം നേടാൻ പറ്റുള്ളൂ. മറ്റാർക്കോ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു 100% സക്സസ് ആവില്ല എന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞത് പീൽ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ജംഗിൾ എയർ ക്രാഷിനകത്ത് കുറച്ച് റീഡ് ആൻഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പേജ് നമ്പർ 117 to 122 വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കാം. വൈ ഡിഡ് ദ നറേറ്റർ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഇൻ ദ ജംഗിൾ? ഇനി ചാപ്റ്ററിനകത്തെ ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പോൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും വരിക, അപ്പോൾ ശ്രദ്ധിച്ചോണം കേട്ടോ. The narrator spent a lot of time in the jungle as her father, an ecologist, and her mother, an ornithologist, carried out their research in the jungle. Okay. കാട്ടിൽ ഇതിനു മുമ്പ് ഒരുപാട് സമയം ചിലവഴിച്ചിട്ടുണ്ടെന്ന് കഥാകാരി പറയാനുള്ള കാരണം എന്താണ്? കാരണം എന്താ? ഫാദർ ഒരു എക്കോളജിസ്റ്റും അമ്മ ഒരു ഓർണിത്തോളജിസ്റ്റും ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് അവരുടെ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നാൾ അവരുടെ കൂടെ ചിലവഴിക്കേണ്ടി വന്നതുകൊണ്ട് കാടിനെ അടുത്തറിയാം. ഓക്കെ, then second question, why was there a holiday mood in the plane? എന്തുകൊണ്ടാണ് പ്ലെയിനിൽ മുഴുവനും ഒരു ഹോളിഡേ മൂഡാണ് ഉണ്ടായിരുന്നത് എന്ന് പറയാനുള്ള കാരണം എന്താ? എവരിബഡി വാസ് റീഡിങ് ആൻഡ് ചാറ്റിംഗ് ആൻഡ് എൻജോയിങ് ദ ഫ്ലൈറ്റ്, സോ there was a holiday mood on the plane. അപ്പം എല്ലാവരും വായിക്കുകയും പരസ്പരം ചാറ്റ് ചെയ്യുകയും, ക്രിസ്മസിൻ്റെ ഒരു തുടക്കമാണ്, ഒരു ലീവ് കിട്ടിയ സമയമാണ്, അപ്പോൾ എല്ലാവരും ഭയങ്കര ഹോളിഡേ മൂഡിലാണ്. Then what happened after the flight took off? Describe it in your own words. അപ്പോൾ ഫ്ലൈറ്റ് എടുത്തതിന് ശേഷം എന്താണ് സംഭവിച്ചത് നിങ്ങളുടെ വരികളിൽ വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 30 minutes after departure, the plane was over the jungle. Suddenly, it flew into a thunderstorm and it started shaking as it was a toy. The people were quite afraid and they... അപ്പം 30 മിനിറ്റിന് ശേഷം, അതായത് ഫ്ലൈറ്റ് എടുത്ത് 30 മിനിറ്റിന് ശേഷം ദ പ്ലെയിൻ വാസ് ഓവർ ദ ജംഗിൾ, കാടിന് മുകളിലെത്തിയപ്പോൾ സഡൻലി അത് പെട്ടെന്നൊരു തണ്ടർസ്റ്റോം വന്നതുപോലെയായി. അങ്ങനെ അത് ഷെയ്ക്ക് ചെയ്യാൻ തുടങ്ങി, ഇളകി കുലുങ്ങി കളിക്കാൻ തുടങ്ങി, ഒരു കളിപ്പാട്ടം കണക്കെ. ആൻഡ് ദ പീപ്പിൾ വർ ക്വൈറ്റ് അഫ്രേഡ്, ആളുകളെല്ലാം ഭയചകിതരായി. ആൻഡ് ദേ സ്റ്റാർട്ടഡ് ടു സ്ക്രീം ആൻഡ് ക്രൈ, അവരെല്ലാം അലറി
വിളിക്കാൻ തുടങ്ങി. ആൻഡ് ദ ഗേൾസ് മദർ സെഡ് ദാറ്റ് ഇറ്റ് വാസ് ഓൾ ഓവർ. അപ്പം പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു, ജൂലിയാൻ്റെ അമ്മ പറഞ്ഞു, ഇറ്റ് വാസ് ഓൾ ഓവർ, എല്ലാം അവസാനിക്കാൻ പോവാണെന്ന് പറഞ്ഞു. ആൻഡ് ദർ വാസ് എ വയലന്റ് ഷേക്കിംഗ് ആൻഡ് ദ ഗേൾ ഫൗണ്ട് ഹെർസെൽഫ് ഔട്ട്സൈഡ് ദ പ്ലെയിൻ ആൻഡ് ഫോളിങ് ഡൗൺ. അങ്ങനെ പെട്ടെന്നൊരു ഷേക്കിംഗ് സംഭവിച്ചു, പെട്ടെന്ന് ഭയങ്കരമായിട്ടുള്ളൊരു വയലൻ്റ് ആയിട്ടുള്ളൊരു ഷേക്കിംഗ് ഉണ്ടായി. അങ്ങനെ പെൺകുട്ടി ഈ ഒരു പ്ലെയിനിൽ നിന്നും പുറത്തേക്ക് തെറിച്ച് വീണതായിട്ട് അവൾക്ക് കണ്ടെത്താൻ സാധിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ജൂലിയാൻസ് മദർ സേ നൗ ഇറ്റ്സ് ഓൾ ഓവർ? എന്തുകൊണ്ടായിരിക്കാം അമ്മ പ്രതീക്ഷ നഷ്ടപ്പെട്ടവളെ പോലെ എല്ലാം അവസാനിച്ചു എന്ന് പറയാനുള്ള കാരണം? അപ്പം ജൂലിയാൻസ് മദർ സെഡ് സോ ബിക്കോസ് ഷീ അണ്ടർസ്റ്റുഡ് ദ പ്ലെയിൻ വാസ് അബൌട്ട് ടു ക്രാഷ് ആൻഡ് ദേ വർ ഗോയിങ് ടു ഡൈ. ജൂലിയാൻ്റെ അമ്മ അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മരിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു ചിന്ത അമ്മയ്ക്ക് വന്നു, അല്ലേ? ലൈഫിൽ ഇനി ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് അമ്മയ്ക്ക് തോന്നി. ആൻഡ് വാട്ട് ഡിഡ് ദ ജംഗിൾ ട്രീസ് ലുക്ക് ലൈക്ക് ഫ്രം എബവ്? ജംഗിൾ ട്രീസ് ഒക്കെ എന്ന് വെച്ചാൽ കാട്ടിലെ മരങ്ങളൊക്കെ മുകളിൽ നിന്ന് താഴേക്കുള്ള വീഴ്ചയിൽ അവൾ നോക്കിയപ്പോൾ എന്തൊക്കെയോ പോലെയായിരുന്നു എന്ന് പറഞ്ഞു. എന്തുപോലെയായിരുന്നു എന്നാണ്? ദേ ലുക്ക് ലൈക്ക് കോളിഫ്ലവേഴ്സ്, അല്ലേ? ചെറിയ ചെറിയ കോളിഫ്ലവേഴ്സ് പോലെയാണ് എനിക്ക് തോന്നിയത്, അത്രയും ചെറിയ മരങ്ങളാണ് കണ്ടത് എന്നാണ് പറഞ്ഞത്, അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 6, വാട്ട് മൈറ്റ് ഹാവ് ഹാപ്പൻ ടു ജൂലിയാൻ? എന്താണ് ജൂലിയാന് സംഭവിച്ചത്? ഫെൽറ്റ് ദ ഗ്രൗണ്ട് വിത്ത് ദ സീറ്റ് ഇൻ ടു വിച്ച് ഷീ വാസ് ട്രൈപ്ഡ്. അപ്പം അവൾ ബന്ധിക്കപ്പെട്ട ആ ഒരു സീറ്റോട് കൂടി താഴേക്ക് നിലം പതിക്കുകയാണ് ഉണ്ടായത്, അല്ലേ? അവൾ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് മുറുക്കി വെച്ചിരുന്ന ആ സീറ്റോട് കൂടി അവൾ താഴേക്ക് വീണു. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 7, വൈ വാസ് ജൂലിയൻ ഫോഴ്സ്ഡ് ടു സ്പെൻഡ് ദ ഹോൾ നൈറ്റ് ലൈയിങ് അണ്ടർ ദ സീറ്റ് ഹാഫ് അസ്ലീപ്പ്? പാതി ഉറക്കത്തിൽ ആ രാത്രി മുഴുവനും ആ കാട്ടിലങ്ങനെ ഈ ഒരു സീറ്റിനടിയിൽ കിടക്കേണ്ടി വരാനുള്ള കാരണം എന്താണ്? അപ്പോൾ എന്താ, ഈവൻ ദോ എ ബംപ് ഓൺ ഹെർ ഹെഡ് ആൻഡ് എ ഗാഷ് ഇൻ ഹെർ ഫുഡ് ഡിഡൻറ്റ് ഗിവ് ഹെർ എനി പെയിൻ, ഷീ കുഡൻറ്റ് മസ്റ്റർ ദ എനർജി ടു മൂവ് ഓർ ലുക്ക് റൗണ്ട്, സോ ഷീ സ്പെൻഡ് ദ നൈറ്റ്സ് ഹാഫ് അസ്ലീപ്പ്. അപ്പോൾ എന്താ കാരണം? അവളുടെ തലയിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഇടി, അതിൻ്റെ ഒരു ഭയങ്കര ഒരു ആഘാതം, അതേപോലെ തന്നെ അവളുടെ കാലിലുണ്ടായിരുന്ന ഒരു മുറിവ്, ഇതൊക്കെ അവൾക്ക് വേദനയൊന്നും നൽകിയില്ല. അവൾ ആകെ ഒരു തരിപ്പിലായിരുന്നെങ്കിൽ കൂടിയും അവൾക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നുമുള്ള, ചുറ്റും നോക്കാനൊന്നുമുള്ളൊരു ശക്തി ഉണ്ടായിരുന്നില്ല. സോ ഷീ ഫെൽ അസ്ലീപ്പ്. അവിടെ കിടന്ന് പാതി ഉറക്കം ഉണ്ടായിരുന്നു, മയങ്ങിപ്പോയി. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ഷീ പിക്കപ്പ് എ ലോങ് സ്റ്റിക്ക്? എന്തുകൊണ്ടാണ് അവൾ വലിയൊരു വടിയെടുക്കാനുണ്ടായിരുന്ന കാരണം? Julian's parents had told her that in the jungle there were poisonous snakes and insects, so she picked up a long stick to probe the ground. ഓക്കെ, അപ്പം ജൂലിയൻ്റെ പാരൻസ് അവളെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, ജംഗിളാണ്, കാട്ടിനുള്ളിൽ വിഷമുള്ള സ്നേക്സും അതുപോലെ ഇൻസെക്ട്സും ഒക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് വടി കയ്യിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തട്ടി മാറ്റി നടന്നു പോകാൻ പറ്റും, അല്ലേ? Then question number 9, according to the narrator, big animals are less dangerous than small ones in the jungle. Do you agree? Give reasons. അപ്പം നരേറ്റർ പറയുന്നുണ്ട് വലിയ വലിയ ആനിമൽസിനെക്കാളും ഡേഞ്ചറസ് ആയിട്ടുള്ളത് ചെറിയ ചെറിയ വിഷമുള്ള ജീവികളും ഇൻസെക്ട്സുകളൊക്കെയാണെന്ന്. നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? എങ്കിൽ അതിനുള്ള റീസൺസ് പറയാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എഗ്രി ചെയ്യാം, അല്ലേ? യെസ്, ഇൻ ദ ജംഗിൾ വി ഹാവ് ടു ബി കെയർഫുൾ അബൌട്ട് സ്മോൾ ആനിമൽസ് ആസ് ഇറ്റ് ഈസ് very difficult to spot them. Some of them are venomous too. അപ്പോൾ എന്താ, നമുക്ക് ഏറ്റവും പേടിക്കേണ്ടത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ജീവികളെയാണ്. കാരണം എന്താ വെച്ചാൽ അവയെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. മറ്റേതൊക്കെ ആണെങ്കിൽ വലിയ വലിയ ജീവികളാണെങ്കിൽ നമുക്ക് കണ്ടിട്ടെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് വിചാരിക്കെങ്കിലും ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ കണ്ണിൽ പോലും കാണില്ല. ചിലതൊക്കെ ഭയങ്കര വിഷമുള്ളവയാണ്, അല്ലേ? വെനോമസ് എന്ന് പറഞ്ഞാൽ മരണപ്പെടാൻ കാരണമാവുന്ന വിഷമുള്ളവ എന്നാണ് അർത്ഥം കേട്ടോ. Then 10th question, why did she find every step in the jungle difficult? എന്തുകൊണ്ടാണ് ഓരോ അടി നടക്കുമ്പോഴും വളരെ ബുദ്ധിമുട്ടിയാണ് നടന്നതെന്ന് അവൾ പറയാനുള്ള കാരണം? അപ്പം overgrown tangled vines on the bank of the stream and huge rotted trunks that barred the way made. അപ്പം ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർഗ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതൂർന്ന് വളർന്നിട്ടുള്ള, ടാങ്കിൾഡ് വൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കെട്ടിപ്പിടഞ്ഞ് വളരുന്ന വള്ളികളും, അതുപോലെ തന്നെ ഈ ഒരു സ്ട്രീമിന് അരികെയുള്ള വലിയ വലിയ റോട്ടഡ് ഇങ്ങനെ ചീഞ്ഞു പോകുന്ന ട്രങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ മരത്തിൻ്റെ തടികളാണ് പറയുന്നത്. അതൊക്കെ ഇങ്ങനെ അവളുടെ വഴിയെ എപ്പോഴും വളരെ ബുദ്ധിമുട്ടാക്കി തീർത്തു. ഓക്കെ, ദ വേ മെയ്ഡ് എവറി സ്റ്റെപ്പ് ഇൻ ദ ജംഗിൾ ഡിഫിക്കൽട്ട് ഫോർ ജൂലിയൻ. അങ്ങനെ ഓരോ അടിയും അവൾക്ക് വളരെ സൂക്ഷിച്ച് നടക്കാൻ സാധിച്ചുള്ളൂ. Then next question, 11th question, identify the expression that suggests the narrator had a disturbed sleep at night. അപ്പം ഒരു എക്സ്പ്രഷൻ അതിനകത്ത് പറയുന്നുണ്ട്, അവൾ ഭയങ്കരമായിട്ട് സങ്കടത്തോടു കൂടിയെന്ന് വെച്ചാൽ അവൾക്ക് ശരിക്കും ഉറങ്ങാൻ സാധിച്ചില്ല എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ആ എക്സ്പ്രഷൻ എടുത്ത് എഴുതാനാണ് പറയുന്നത്. സോ ദി എക്സ്പ്രഷൻ ഈസ് ഐ സ്ലെപ്റ്റ്
fitfully. Okay, that is the expression. And next question, 12th question, what did she find senseless and why? എന്തുകൊണ്ടാണ് അവൾ ആകെ സെൻസ്ലെസ് ആയതെന്ന് വെച്ചാൽ അവൾക്ക് ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയത്, അബോധാവസ്ഥ എന്ന് പറയുന്നത്. She found her cries of help senseless because it was not easy to spot her from the plane. Moreover, her voice would not reach the rescue team. എന്നുവെച്ചാൽ അവൾക്ക് ശരിക്കും അവൾക്ക് അവിടെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്ന ഒരു എയർപ്ലെയിനിനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അതേപോലെ തന്നെ അവളുടെ വോയിസ് അവരുടെ അടുത്തേക്ക് എത്തിക്കാനൊക്കെ സാധിച്ചില്ല. അപ്പോൾ അവൾക്ക് ആകെ ഒരു സെൻസ്ലെസ് ആയിട്ടുള്ളൊരു ഫീൽ വന്നു. ദെൻ 13th question, how does she describe the jungle here? എങ്ങനെയാണ് അവൾ കാടിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഓക്കെ, ആസ് എ ബാറ്റിൽ ഫീൽഡ് ഓൺ വിച്ച് റോട്ട് ആൻഡ് ഗ്രോത്ത് മാർച്ച് ഹാൻഡ് ഇൻ ഹാൻഡ്. അവൾ അതിനെ ഒരു യുദ്ധക്കളമായിട്ടാണ് പറയുന്നത് അല്ലേ, ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതേപോലെ തന്നെ റോട്ട് ആൻഡ് ഗ്രോത്ത്, വളർച്ചയും തളർച്ചയും രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ജയിക്കാനുള്ള ഒരു യുദ്ധം നടത്തുന്നിടത്താണ് താനിപ്പോൾ എത്തിപ്പെട്ടതെന്ന് അവൾ പറയുന്നു. ദെൻ വെൻ ഡിഡ് ഷീ റിസ്ക് സ്വിമ്മിങ് ഇൻ ദ റിവർ? എങ്ങനെയാണ് അല്ലെങ്കിൽ എപ്പോഴാണ് അവൾക്ക് സ്വിമ്മിങ് എന്ന് പറയുന്ന ഒരു നീന്തുക എന്ന് പറയുന്ന റിസ്ക് എടുക്കേണ്ടി വന്നത്? വെനെവർ ഷീ ഹാഡ് എ ഗുഡ് വ്യൂ ഓഫ് തിങ്സ് അഹെഡ് ഷീ റിസ്ക്ഡ് സ്വിമ്മിങ്. അവൾക്ക് കുറച്ച് മുന്നിൽ നല്ലതായിട്ട് കാണാൻ സാധിക്കുന്ന സമയത്ത് അവൾ സ്വിമ്മിങ് എന്ന് പറയുന്ന ഒരു റിസ്ക് ഏറ്റെടുത്തു. ദെൻ വെൻ ഡിഡ് ഷീ ഫീൽ ദാറ്റ് ഷീ കുഡ് എസ്കേപ്പ് ഫ്രം ദ ജംഗിൾ? എപ്പോഴാണ് അവൾക്ക് ഫീലിംഗ് ഉണ്ടായത് അവൾക്ക് ഒരു പക്ഷേ കാട്ടിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ളൊരു തോന്നൽ അവൾക്ക് വരാനുണ്ടായിരുന്ന കാരണം എന്താണ്? ഷീ സോ എ ബോട്ട് മൂവ്ഡ് ഓൺ ദ റിവർ ബാങ്ക് ആൻഡ് ദെൻ ദർ വാസ് എ പാത്ത് ലീഡിങ് ടു എ സ്മോൾ ഹട്ട്. ദെൻ ഷീ ഫെൽ ദാറ്റ് ഷീ കുഡ് എസ്കേപ്പ് ഫ്രം ദി ജംഗിൾ. അപ്പം അവളൊരു ബോട്ട് ഈ ഒരു റിവറിൻ്റെ അവിടെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത് കണ്ടു അല്ലേ, ഒരു ബോട്ട് തോണി അവിടെ ഉള്ളത് അവൾ കണ്ടു. അതേപോലെ തന്നെ അതിൻ്റെ അടുത്തൊരു ചെറിയൊരു വഴി, ഒരു ചെറിയൊരു കുടിലിലേക്ക് നയിക്കുന്നതായിട്ടും അവൾ കണ്ടു. ദെൻ ഷീ ഫെൽ ദാറ്റ് ഷീ കുഡ് എസ്കേപ്പ് ഫ്രം ദ ജംഗിൾ. അപ്പോൾ അവിടെ ഒരു മനുഷ്യവാസമുണ്ട്, ആരെങ്കിലും വരുമെന്ന് അവൾക്കൊരു തോന്നലുണ്ടായി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്ക്രീമിംഗ് ഓഫ് മങ്കീസ് ആൻഡ് ദ സ്ക്രീച്ചിങ് ഓഫ് പാരക്കീറ്റ്സ് ഡിസപ്പോയിൻറ്റഡ് ഹർ. വൈ? ഈ മങ്കീസിൻ്റെയും അതുപോലെ പാരക്കീറ്റ്സിൻ്റെയൊക്കെ ശബ്ദം അവളെ ആകെ നിരാശയാക്കി. എന്തുകൊണ്ട്? ഷി വാസ് ലിസണിങ് ഫോർ ഹ്യൂമൻ വോയിസസ് ബട്ട് വാട്ട് ഷീ കുഡ് ഹിയർ വാസ് ദി സ്ക്രീമിംഗ് ഓഫ് മങ്കീസ് ആൻഡ് ദി സ്ക്രീച്ചിങ് ഓഫ് പാരക്കീറ്റ്സ്. അപ്പം അവൾ ശരിക്കും ആ ഒരു ഹട്ടൊക്കെ കണ്ടപ്പോൾ ഹ്യൂമൻ വോയിസസ് ആണ് പ്രതീക്ഷിച്ചത് അല്ലേ, ആരെങ്കിലും ഒരു മനുഷ്യൻ്റെ ശബ്ദം കേൾക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ കേട്ടത് മുഴുവനും മങ്കീസും പാരക്കീറ്റ്സിൻ്റെയും ശബ്ദമാണ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 17, comment on the attitude of the narrator when she says, but I didn't want to take the boat which belonged to someone else. എനിക്ക് വേറെ ആരുടെയും ബോട്ട് എടുക്കണ്ട, കാരണം അത് വേറെ ആരോ എന്തിനു വേണ്ടി വെച്ചിരിക്കുന്നതാണ്, എനിക്കതിൽ കയറി രക്ഷപ്പെടണമെന്ന് തോന്നിയില്ല എന്ന് നരേറ്റർ പറയുന്നുണ്ട്. അപ്പോൾ നരേറ്ററുടെ ആറ്റിറ്റ്യൂഡിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഷി വാസ് ക്വൈറ്റ് ഓണസ്റ്റ് അല്ലേ, ഇത്ര ബുദ്ധിമുട്ടേറിയ ഒരു സമയമായിട്ട് പോലും അവൾ ഭയങ്കര ഒരു ഓണസ്റ്റായിരുന്നു, ഭയങ്കര സത്യസന്ധയായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു അല്ലേ. Then why did the men let out an exclamation on seeing her? അപ്പോൾ എന്തുകൊണ്ടാണ് ആളുകളൊക്കെ ഇവിടെ കണ്ടപ്പോൾ ഭയങ്കര ഒരു എക്സ്ക്ലമേഷൻ, അത്ഭുതമായത് അവർക്ക്? കാരണം എന്താ? ദ മെൻ ലെറ്റ് ഔട്ട് ആൻ എക്സ്ക്ലമേഷൻ ഓൺ സീയിങ് ഹർ ആസ് ദേ നെവർ എക്സ്പെക്റ്റഡ് ടു ബി എ സർവൈവർ. അവർ അറിഞ്ഞിട്ടുണ്ട് പ്ലെയിൻ ക്രാഷ് ഉണ്ടായത് അല്ലേ, പക്ഷേ അതിനകത്തുനിന്ന് ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവരാകെ അത്ഭുതപ്പെട്ടത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ മെൻ ഹെൽപ്പ് ഹർ? എങ്ങനെയാണ് ആ ആളുകൾ അവളെ സഹായിച്ചത്? ദ മെൻ വാഷ്ഡ് ഹർ വിത്ത് സോൾട്ട് വാട്ടർ ആൻഡ് പുട്ട് സാൽവ് ഓൺ ഹർ വൂൺസ് ആൻഡ് ദി ഓൾസോ മെയ്ഡ് ഫ്രൂട്ട് മാഷ് ഫോർ ഹർ. അവർക്ക് വേണ്ടിയിട്ട് അവളെ ഉപ്പുവെള്ളത്തിൽ മുഴുവൻ കുളിപ്പിച്ചു. അതിനുശേഷം അവളുടെ മുറിവുകളിൽ മരുന്ന് പുരട്ടി. ആൻഡ് ദേ ഓൾസോ മെയ്ഡ് ഫ്രൂട്ട് മാഷ് ഫോർ ഹർ. അവർക്ക് വേണ്ടിയിട്ട് ഫ്രൂട്ട് കൊണ്ടൊരു മാഷൊക്കെ ഉണ്ടാക്കി കൊടുത്തു അല്ലേ. ദെൻ വാട്ട് വാസ് ദ ബാഡ് ന്യൂസ് ദാറ്റ് ഷീ ഹേർഡ് ആഫ്റ്റർ ഹർ എസ്കേപ്പ്? അവൾ രക്ഷപ്പെട്ടതിന് ശേഷം അവൾ കേട്ടിട്ടുണ്ടായിരുന്ന ഒരു ബാഡ് ന്യൂസ് എന്തായിരുന്നു? ദി ഡെത്ത് ഓഫ് ഹർ മദർ അല്ലേ, അവളുടെ അമ്മയുടെ മരണമാണ് കേട്ടൊരു വാർത്ത. യെസ്, ഇനി അടുത്തത് ലെറ്റ്സ് റീവിസിറ്റ് ആൻഡ് റിഫ്ലക്ട് പേജ് നമ്പർ 1, 2, 3 വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഐ ഹാവ് ഓൾവേസ് എൻജോയ്ഡ് ഫ്ലൈയിങ് സേസ് ദ നറേറ്റർ, വുഡ് യു ലൈക്ക് ടു ഫ്ലൈ, ഗിവ് റീസൺസ്. അപ്പം എപ്പോഴും ഇങ്ങനെ പ്ലെയിനിൽ പോകുന്നതും പറക്കുന്നതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ള കാര്യമാണെന്ന് നറേറ്റർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണോ പറക്കാൻ? ആണെങ്കിൽ റീസൺ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ യു ക്യാൻ റൈറ്റ്, യെസ് ഐ വുഡ് ലവ് ടു ഫ്ലൈ, വെൻ ഐ ഫ്ലൈ ഐ ഫീൽ ലൈക്ക് എ ബേർഡ്, ഐ ഫീൽ ലൈക്ക്
I feel like it gives me what is that? അതെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറയുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നോക്കുക. ഇറ്റ് ഗിവ്സ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു കണക്ട് വിത്ത് ദ ക്ലൗഡ്സ് ആൻഡ് ദ സ്കൈ ആൻഡ് ഡിസ്കണക്ട് ഫ്രം ദി എർത്ത്, ഇറ്റ്സ് നോയ്സ് ആൻഡ് ദി പൊല്യൂഷൻ. Then flying is fun because it takes me to new places. Flying gives me a chance to imagine and make new stories. And flying gives me a chance to experience the full beauty of the earth and the experience the moment of thrill when the airplane speeds down the runway and then rises into the air. സോ ദെൻ പോയംസ് ഓൺ ഫ്ലൈയിങ്ങിനെ പറ്റിയിട്ടുള്ള പോയംസ് കളക്ട് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ ഡോക്ടർ പോളി ഗാർബർ എഴുതിയിട്ടുള്ള ഒരു ഫ്ലൈയിങ് സോങ് ഉണ്ട്. യു ക്യാൻ റീഡ്. To fly, dear God in heaven, to fly, to see thy world from thy vast sky, to pilot my airplane high and low, to ride the wind wherever I go. അപ്പോൾ you can search it in the Google and you will get. Then this is the remaining part of the poem. Then question number 2, one should always look for streams in the jungle. Why? കഥയിൽ പറയുന്നുണ്ട് എപ്പോഴും അരുവികളെ പിന്തുടരണമെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? ഒരാൾക്ക് കാട്ടിലെ വഴി നഷ്ടപ്പെട്ടാൽ. അപ്പം ഉത്തരം ഇതാണ്, റിവേഴ്സ് ആർ ദ റോഡ്സ് ഇൻ ദ ജംഗിൾസ്, അല്ലെ, കാട്ടിലെ റോഡുകളാണ് പുഴകൾ. ദറ്റ് ഈസ് വൈ വൺ ഷുഡ് ഓൾവേസ് ലുക്ക് ഫോർ സ്ട്രീംസ് ആൻഡ് ദെൻ ഫോളോ ദം ടു ലാർജർ സ്ട്രീംസ് വെൻ യു ആർ ലോസ്റ്റ് ഇൻ ദ ജംഗിൾ. അപ്പം നിങ്ങൾ ചെറിയൊരു അരുവിയാണെങ്കിലും അതിനെ ഫോളോ ചെയ്താൽ അതൊരു വലിയ അരുവിയിലെത്തും, അത് പിന്നെ വലിയൊരു റിവറിലെത്തും. റിവർ ഒഴുകി ഒഴുകി എവിടേക്ക് എത്തുക? ആളുകളുള്ള സ്ഥലങ്ങളിലാണ് എത്തുക, അല്ലേ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3, വാട്ട് മൈറ്റ് ഹാവ് സേവ്ഡ് ജൂലിയൻസ് ലൈഫ്? എന്തൊക്കെയായിരിക്കും ജൂലിയാൻ്റെ ലൈഫിനെ രക്ഷപ്പെടുത്താനുണ്ടായിരുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ആൾക്കാർ വന്ന് അവളെ രക്ഷിച്ചു എന്നുള്ളതിലുപരി അവൾ രക്ഷപ്പെടാനുള്ള കാരണം എന്താണ് ശരിക്കും? ഹെർ ഫോൾ വാസ് cushioned by an enormous upward current of air in the storm. ശരിക്കും അവളുടെ ഒരു താഴോട്ടുള്ള വീഴ്ച എന്ന് പറയുന്നത് സീറ്റോട് കൂടിയിട്ടായിരുന്നു, അല്ലേ. അപ്പം ഇറങ്ങിയ സമയത്ത് അവൾക്ക് അത്ര താഴെ വീണപ്പോൾ പോലും അവളൊരു കുഷ്യൻ്റെ മുകളിലാണ് വീണത്. അപ്പം അവൾക്ക് അത്ര വലിയ പോറലൊന്നും ഏറ്റില്ല. ആൻഡ് ഷീ വാസ് സ്ട്രാപ്ഡ് ടു ഹെർ സീറ്റ് when she fell down and that might have acted as a cushion. അവളുടെ സീറ്റ് ബെൽറ്റ് അവൾ ഇട്ടിരുന്നു, അതോട് കൂടിയിട്ടാണ് അവൾ വീണത്. അപ്പോൾ അതൊരു കുഷ്യൻ പോലെ നിന്നു. ആൻഡ് ഷീ ഫെൽ ഓൺ ടു എ സോഫ്റ്റ് മാഷി ലാൻഡ്. മാത്രമല്ല അവളൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് ചെന്ന് വീണത്, അല്ലാണ്ട് ഒരു കല്ലിൻ്റെ മുള്ളിൻ്റെ ഒന്നും മുകളിലല്ല. ദെൻ ദ ട്രീസ് മൈറ്റ് ഹാവ് ഹെൽപ്ഡ് ടു റെഡ്യൂസ് ദ സ്പീഡ് ഓഫ് ഹെർ ഫോൾ. ഈ മരങ്ങളൊക്കെ അവളുടെ ഒരു താഴോട്ടുള്ള വീഴ്ചയെ ഒന്ന് ത്വരിതപ്പെടുത്തിയിരിക്കാം. കാരണം മരത്തിൽ തട്ടിയൊക്കെ വീണപ്പോൾ അവൾക്ക് അത്ര ഒരു ഭയങ്കര സ്പീഡിൽ അവൾ വീണില്ല, അതുകൊണ്ട് ആഘാതം കുറഞ്ഞു. ഓക്കെ, ദെൻ ആക്ടിവിറ്റീസ് ആണ്. ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ജൂലിയൻ ഫോളോ, പേജ് നമ്പർ 1, 2, 3 ആണ് കേട്ടോ. Julian followed certain measures to save herself when she was alone in the jungle. List the measures and state the reasons. ചില കാര്യങ്ങൾ അവളുടെ ജീവിതത്തിൽ എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ അവൾ ചെയ്തിട്ടുണ്ടായിരുന്നു രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പം അതെന്തൊക്കെയാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ ചെയ്തത് എന്നുള്ളത് നെക്സ്റ്റ് കോളത്തിൽ എഴുതണം. ഒന്ന്, പിക്ഡ് അപ്പ് എ ലോങ് സ്റ്റിക്ക്. അവളൊരു വലിയ നീളമുള്ള വടി എടുത്തു. എന്തിനാണ് അവൾ ആ വടി എടുത്തത് എന്നുള്ളത് എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഒന്ന്, പിക്ഡ് അപ്പ് എ ലോങ് സ്റ്റിക്ക് കേട്ടോ. അപ്പം അതിന് അർത്ഥം എന്താണ്? ടു പ്രോബ് ദി ഗ്രൗണ്ട് ടു അവോയ്ഡ് പോയ്സണസ് സ്പൈഡേഴ്സ് ആൻഡ് ആൻറ്റ്സ് ആസ് ദ ബിഗ് അനിമൽസ് ആർ ലെസ് ഡേഞ്ചറസ് ദാൻ ദി സ്മോൾ വൺസ് ഇൻ ദ ജംഗിൾ. അപ്പോൾ അവൾ ഈ ഒരു വിഷം വിറ്റുന്ന ജീവികളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവളൊരു സ്റ്റിക്ക് എടുത്തത്. രണ്ടാമത്തേത്, ലുക്ക്ഡ് ഫോർ സ്ട്രീംസ്. അവൾ അരുവികളെ പിന്തുടർന്നു. എന്തുകൊണ്ടാണ്? റിവേഴ്സ് ആർ ദ റോഡ്സ് ഇൻ ജംഗിൾസ് ആൻഡ് ദ ഇന്ത്യൻ ട്രൈബ്സ് ആൻഡ് ദ വൈറ്റ് പ്ലാന്റേഷൻ പീപ്പിൾ ലിവ് ഓൺ ദി ബാങ്ക് ഓഫ് സ്ട്രീംസ്, റിവേഴ്സ്, അല്ലേ. അവൾക്ക് അറിയാമായിരുന്നു ആളുകളൊക്കെ താമസിക്കാൻ സാധ്യതയുള്ളത് പുഴക്കരകളിലാണ്, അതുകൊണ്ട് അവൾ പുഴകളെ പിന്തുടർന്നു. പുഴകളാണ് കാട്ടിലെ റോഡുകൾ, അല്ലേ. ഇനി അടുത്തത്, റെസിസ്റ്റഡ് ഡെലീഷ്യസ് ലുക്കിംഗ് ഫ്രൂട്ട്. നല്ല ഭംഗിയിൽ ഉള്ള ഫ്രൂട്ട്സ് ഒന്നും അവൾ കഴിച്ചില്ല. എന്താ കാരണം? മെനി തിങ്സ് ദാറ്റ് ലുക്ക് ബ്യൂട്ടിഫുൾ ആൻഡ് ടെംപ്റ്റിംഗ് ആർ പോയ്സണസ് ഇൻ ദ ജംഗിൾ. കാട്ടിൽ നല്ല ഭംഗിയിലൊക്കെ നിൽക്കുന്ന സാധനങ്ങളൊക്കെ വിഷമുള്ളതായിരിക്കും. അപ്പം നമുക്ക് പെട്ടെന്ന് കാണുന്ന ഒരു അട്രാക്ഷനിൽ പോയി അങ്ങോട്ട് കഴിക്കാനൊന്നും പറ്റില്ല. ദെൻ ഓൺ ലാൻഡ് the rotting leaves could hide a snake picked her way or a poisonous thornback crab carefully. Okay. She swam only when she could get a good view ahead.
അവൾ ആകെ നീന്തിയത് എപ്പോഴാണ്? മുന്നിൽ നല്ലോണം കാഴ്ച കാണുന്ന സമയത്ത് മാത്രമേ അവൾ നീന്തിയിട്ടുള്ളൂ. എന്നുവെച്ചാൽ എന്താണ് മുന്നിൽ കിടക്കുന്നതെന്ന് അറിയണമെങ്കിൽ നല്ലതായിട്ട് മുന്നിലേക്ക് നോക്കണം, വേണ്ടേ? അങ്ങനെ അതുകൊണ്ടാണ് അവൾ എന്ത് ചെയ്തത്, മുന്നിലോട്ട് കുറേ വിസ്താരത്തിൽ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രം അവൾ നീന്തിയത്. ഓക്കെ. Then വരുന്നത് activity 2, page number 124. We saw how Julian survived a plane crash. Like plane crashes, accidents happen on roads and precious lives are lost every day. What steps should we take to prevent accidents on roads? ഇപ്പോൾ റോഡ് ആക്സിഡൻ്റ് ഒക്കെ ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ അത് കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ചോദ്യം. ഓക്കെ. അപ്പം ഓൾവേസ് കീപ് ലെഫ്റ്റ് ഓൺ ദ റോഡ്സ് വെൻ യു ഡ്രൈവ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിൽ ഓടിക്കുക. ഓക്കെ, എൻ്റെ റീസൺ വലതുവശത്ത് പറയുന്നുണ്ട്, യു ക്യാൻ റൈറ്റ് ഇറ്റ്. ദെൻ നെക്സ്റ്റ് വൺ, വിയർ സീറ്റ് ബെൽറ്റ്സ് ആൻഡ് ഹെൽമെറ്റ്സ്. ഹെൽമെറ്റ് ധരിക്കുക, സീറ്റ് ബെൽറ്റ് ധരിക്കുക. ഇതൊക്കെ സേഫ്റ്റി ഗിയർ ആണ്, സേഫ്റ്റി മെഷേഴ്സ് ആണ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ദെൻ വരുന്നത് നെവർ ക്രോസ് ദി സ്പീഡ് ലിമിറ്റ്. ഒരുപാട് സ്പീഡിൽ ഓടിക്കാതിരിക്കുക. ദെൻ കീപ്പ് എ സേഫ് ഡിസ്റ്റൻസ് ഫ്രം ദി വെഹിക്കിൾ മൂവിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു. അതുപോലെ തന്നെ മുന്നിൽ ഓടുന്ന വണ്ടിയിൽ നിന്നൊരു സേഫ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ദെൻ ഡ്രൈവ് സ്ലോലി വെൻ ദി വെദർ ഈസ് ബാഡ്, എസ്പെഷ്യലി ഡ്യൂറിങ് വിൻ്റർ ആൻഡ് റെയിനി. മഴക്കാലത്തും അതുപോലെ മഞ്ഞുകാലത്തും മുന്നിൽ കാഴ്ച മറയുന്ന സമയത്തൊക്കെ വളരെ പതുക്കെ ഓടിക്കുക. ഓക്കെ. ദെൻ ചെക്ക് വെദർ ദി ടയർസ് ഹാവ് പ്രോപ്പർ എയർ, റീപ്ലേസ് വോൺ ഔട്ട് ടയേഴ്സ്. ഓക്കെ, ടയേഴ്സ് ഹാവ് പ്രോപ്പർ എയർ, റീപ്ലേസ് വോൺ ഔട്ട് ടയേഴ്സ് ആൻഡ് ബ്രേക്സ് ആൻഡ് ചേഞ്ച് വൈപ്പേഴ്സ് ഓൺ എ റെഗുലർ ബേസിസ്. പിന്നെ വണ്ടിയുടെ കണ്ടീഷൻ നല്ലതാണോ എന്ന് നോക്കുക, ടയർ കേടായിട്ടുണ്ടെങ്കിൽ അത് നന്നാക്കുക, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം. ദെൻ ഷുഡൻറ്റ് യൂസ് മൊബൈൽ ഫോൺസ്. വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യരുത്. ഷുഡൻറ്റ് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. അതുപോലെ മദ്യപിച്ച് വാഹനം ഓടിക്കരുത്. യൂസ് പ്രോപ്പർ ഇൻഡിക്കേറ്റേഴ്സ് വൈൽ സ്വിച്ചിങ് ലെയിൻസ് ഓർ ഓവർടേക്കിംഗ്. അതുപോലെ വേണ്ട ഇൻഡിക്കേറ്റേഴ്സ് ഇടുക. അങ്ങോട്ട് ഒരാളെ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിലോ ഓവർടേക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ ഒക്കെ ഇൻഡിക്കേഷൻസ് കൊടുക്കുക, അവർക്ക് സിഗ്നൽ കൊടുക്കുക. ദെൻ ഡോണ്ട് ഷോ യുവർ റേജ് ഓൺ റോഡ്സ്. അതുപോലെ ദേഷ്യവും മറ്റു കാര്യങ്ങളും കാണിക്കാനുള്ളൊരു സ്ഥലമല്ല റോഡ്. ഓക്കെ. ദെൻ വാക്ക് ഓൺ ദ റൈറ്റ് സൈഡ് ഫേസിങ് ട്രാഫിക് ഇഫ് ദർ ഈസ് നോ പെഡസ്ട്രിയൻ പാത്ത്. ഇപ്പോൾ നിങ്ങൾക്ക് നടപ്പാത ഇല്ല എന്നുണ്ടെങ്കിൽ വലതുവശം ചേർന്ന് നടക്കുക. യൂസ് സീബ്ര ക്രോസിംഗ് ടു ക്രോസ് ദ റോഡ്. സീബ്ര ക്രോസിലൂടെ മാത്രം ക്രോസ് ചെയ്യുക. ദെൻ വൈറ്റ് റൈഡിംഗ് ബൈക്സ് ഓർ ബൈസിക്കിൾസ് കീപ്പ് ഓൺ ബോത്ത് ഹാൻഡ്സ് ഓൺ ദ ഹാൻഡിൽ. ദെൻ പബ്ലിസിറ്റി ക്യാമ്പയിൻസ് ഓൺ റോഡ് സേഫ്റ്റി അവെയർനെസ് ബോത്ത് ത്രൂ ദി ഓഡിയോ ആൻഡ് വിഷ്വൽസ്. പിന്നെ അതുപോലെ തന്നെ ക്യാമ്പയിൻസ് ഒക്കെ കൊടുക്കുക, ആളുകൾക്ക് ബോധവൽക്കരണം നൽകുക. ഓക്കെ. ഇനി വരുന്നത് വെബിനാറാണ്. വെബിനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമിനാർ നമ്മൾ സാധാരണ രീതിയിൽ ക്ലാസ് റൂമുകളിൽ നടത്താറുണ്ട് സെമിനാർ അല്ലേ. ഇപ്പം വെബിനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വെബ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലാണ് നടത്തുക. ഓക്കെ. വെബ് ബേസ്ഡ് ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെമിനാർ മോഡൽ തന്നെയാണ് വെബിനാർ എന്ന് പറയുന്നത്. വെബിനാർ ഈസ് എ ലൈവ് ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്രസൻറ്റേഷൻ. ഓക്കെ. ലെക്ചറും പ്രസൻറ്റേഷനും വർക്ക്ഷോപ്പും ഒക്കെ നമുക്ക് ഈ ഒരു വെബിനാറിലൂടെ നടത്താം. അപ്പം ഇവിടെ നമുക്കൊരു ടോപ്പിക്ക് തന്നിട്ടുണ്ട്, ദ നീഡ് ടു മേക്ക് അവർ റോഡ് സേഫ് സോൺസ്. നമ്മൾ റോഡുകളൊക്കെ സേഫ് സോൺ ആവണം എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായത്തെ പറ്റി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് എവരിവൺ. നമ്മളൊരു പ്രസൻറ്റേഷൻ കൊടുക്കുമ്പോൾ ആദ്യം നമ്മുടെ ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യണം. ഒരു പ്രസംഗം പോലെ തന്നെയാണ് തയ്യാറാക്കുക കേട്ടോ. ഗുഡ് മോർണിംഗ് എവരിവൺ, ഐ ആം എന്താണോ നിങ്ങളുടെ പേരത് പറയുക. ദെൻ ഐ ആം ഹിയർ ടു പ്രസൻറ്റ് എ പേപ്പർ ഓൺ ദ ടോപ്പിക് ദി നീഡ് ടു മേക്ക് അവർ റോഡ് സേഫ് സോൺസ്. പിന്നെ നമ്മളുടെ ടോപ്പിക്ക് പറയാം. ദെൻ റൈറ്റ് ടു ലൈഫ് ആൻഡ് സെക്യൂരിറ്റി ഈസ് എൻവിസേജ്ഡ് ഇൻ ഓൾമോസ്റ്റ് എവറി കോൺസ്റ്റിറ്റ്യൂഷൻ അക്രോസ് ദ വേൾഡ്. ദെൻ നമ്മൾ എന്താണോ പറയുന്നത് അതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. സിമ്പിളായിട്ട് എഴുതിയാൽ മതി. റോഡ് സേഫ്റ്റി എന്താണ് റോഡ് സേഫ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. ആക്സിഡൻറ്റ്സ് വളരെയധികം കൂടുന്നുണ്ട് അല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ എഴുതാം. നിങ്ങൾക്കിത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. കോപ്പി അടിക്കേണ്ട, നിങ്ങളുടെ രീതിയിൽ തന്നെ എഴുതിയാൽ മതി. ദെൻ അതിൻ്റെ കോഴ്സ് കാരണങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ എടുക്കേണ്ട റെമഡീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും, എന്തൊക്കെയാണ് ഇതിൻ്റെ നമ്മൾ ഇങ്ങനൊരു പേപ്പർ പ്രസൻറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്, എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു കാര്യത്തിന് ഇന്നത്തെ സിറ്റുവേഷനിൽ തുടങ്ങിയ കാര്യങ്ങൾ. അതിൻ്റെ എന്തെങ്കിലും കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. പത്ര കട്ടിങ്സ് ഉണ്ടെങ്കിൽ അത് കാണിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. ദെൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വി ഷുഡ് നമ്മൾ ചെയ്യേണ്ടത് ഓൾവേസ് കീപ് ലെഫ്റ്റ് ഓൺ ദ റോഡ്സ് വെൻ വി ഡ്രൈവ്, വെയർ സേഫ്റ്റി ഗിയേഴ്സ് ലൈക്ക് സീറ്റ് ബെൽറ്റ്സ് ആൻഡ് ഹെൽമെറ്റ്സ്, കീപ് എ സേഫ് ഡിസ്റ്റൻസ് ഫ്രം മൂവിങ് വെഹിക്കിൾസ് ആൻഡ് ഡ്രൈവ് സ്ലോലി വെൻ ദ വെദർ ഈസ് ബാഡ്.
അപ്പം വി ഷുഡൻറ്റ്, നമ്മൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്, ഇതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്താ? യൂസ് മൊബൈൽ ഫോൺസ് വൈൽ ഡ്രൈവിംഗ്, മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കുക, അത് ചെയ്യാൻ പാടില്ല അല്ലേ. ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്, കുടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മദ്യപിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാം, അത് പാടില്ല. ദെൻ ഷോ ഓവർ റേജ് ഓൺ റോഡ്സ്, ജമ്പ് ഇൻ ടു എ മൂവിങ് വെഹിക്കിൾ, ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ മുമ്പിലേക്ക് ചാടുക, അത്തരം കാര്യങ്ങളൊന്നും ചെയ്യരുത് അല്ലേ. Then the main thrust of accident prevention and control across the world has on 4 E's, 4 E's ആണ് ഈ ഒരു റോഡ് ആക്സിഡൻസ് ഒക്കെ ഉപേക്ഷിക്കാനുള്ള ഒരു കൺട്രോൾ ചെയ്യാനുള്ളൊരു 4 E's ഉണ്ട് ഇൻ്റർനാഷണലി നമ്മൾ പറയുന്നത്. ഒന്ന് എഡ്യൂക്കേഷൻ, 2 എൻഫോഴ്സ്മെൻറ്റ്, 3 എഞ്ചിനീയറിംഗ് ആൻഡ് എൻവയോൺമെൻറ്റ് ആൻഡ് എമർജൻസി കെയർ ഓഫ് റോഡ് ആക്സിഡൻറ്റ് വിക്ടിംസ്. ദെൻ ഗവൺമെൻറ് ഷുഡ് ഫോക്കസ്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു നല്ലൊരു അപ്രോച്ച് ഉണ്ടാവണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ കൺക്ലൂഡ് ചെയ്യാം. ഒരു ഇങ്ങനെ കുറച്ചേറെ ഉണ്ടായിരിക്കും പേപ്പർ പ്രസൻറ്റേഷൻ, പക്ഷേ ഇതൊന്നും എക്സാമിന് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ നിങ്ങൾ വലിയ കുട്ടികളാവുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ തയ്യാറാക്കേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരെണ്ണം എക്സാമ്പിളായിട്ട് തയ്യാറാക്കാം. ഇനി ആക്ടിവിറ്റി 3 പേജ് നമ്പർ 1 to 4 പറയുന്നത് എന്താ വെച്ചാൽ, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഫിഷർമാൻ ഇല്ലേ. അപ്പം മത്സ്യബന്ധന തൊഴിലാളികൾ വന്നിട്ടാണ് നമുക്ക് പ്രളയം ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പേരെ രക്ഷിച്ചത്. അവർ മുന്നും പിന്നും നോക്കാതെ അവരുടെ വാഹനങ്ങൾ അല്ലെങ്കിൽ അവരുടെ തോണിയും അവരുടെ ആയുധങ്ങളും അവരുടെ എല്ലാ ഉപാധികളുമായിട്ട് വരികയും അവർ രക്ഷപ്പെടുത്തുകയും ചെയ്തു അല്ലേ. അപ്പം ഇവിടെ ലിസ്റ്റ് ദ വേരിയസ് ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദ ഫിഷർമാൻ ടു ബിക്കം ദി സേവിയേഴ്സ് ഓഫ് ഫ്ലഡ് വിക്ടിംസ്. ഈ വെള്ളപ്പൊക്കത്തിൽ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾ അല്ലെങ്കിൽ അതിൽ ഇരയാകപ്പെട്ട ആളുകളെയൊക്കെ രക്ഷപ്പെടുത്താൻ അവരെ സഹായിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? എബിലിറ്റി ടു റൈഡ് ബോട്ട്സ്, അവർക്ക് ബോട്ട് ഓടിക്കാൻ അറിയായിരുന്നു. ദെൻ സ്വിമ്മിങ് സ്കിൽ അല്ലേ, എവിടെയാണെങ്കിലും കടലിൽ നീന്തുന്ന ആളുകളാണ്. ദെൻ അവർക്ക് റെസ്ക്യൂ സ്കിൽസ്, അവർക്ക് ഇവരെ രക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അറിയാം. ദെൻ നോളേജ് അബൌട്ട് ദ ടെറൈൻ, അതുപോലെ തന്നെ ആ ഏരിയയെ പറ്റിയിട്ടുള്ളൊരു കൃത്യമായ ധാരണ, ഇത്രയും കാര്യങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു അല്ലേ. ദെൻ ദി എംപത്തറ്റിക് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഫിഷർമാൻ സേവ്ഡ് മെനി ലൈഫ്സ്, അവരുടെ ഒരു ഭയങ്കരമായിട്ടുള്ള എംപത്തറ്റിക് ആറ്റിറ്റ്യൂഡ് ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്തി. പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ഓൺ ദ ടോപ്പിക് കേരള ഡിസാസ്റ്റർ റിലീഫ് റൈസ് ഓഫ് ദ സൺസ് ഓഫ് ദ സീ ആസ് എ സൂപ്പർ ഹീറോസ് ഇൻ ദ ഓഷ്യൻ ഓഫ് ഹ്യൂമാനിറ്റി അല്ലേ. ഈ ഒരു വിഷയത്തിൽ നിങ്ങളൊരു റൈറ്റ് അപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അതായത് കേരളത്തിലെ ദുരിതാശ്വാസം എന്ന് പറയുന്നത് എങ്ങനെയാണ്? റൈസ് ഓഫ് ദ സൺസ് ഓഫ് ദ സീ, കടലിൻ്റെ മക്കൾ വന്നിട്ട് അവരാണ് സൂപ്പർ ഹീറോസ് ഇൻ ദ ഓഷ്യൻ ഓഫ് ഹ്യൂമാനിറ്റി, എന്ന് വെച്ചാൽ മനുഷ്യത്വത്തിൻ്റെ മഹാസമുദ്രത്തിലെ സൂപ്പർ ഹീറോസ് ആയിട്ടുള്ള കടലിൻ്റെ മക്കൾ അല്ലേ, അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ ആ ഒരു വിഷയത്തെ സംബോധന ചെയ്തുകൊണ്ട് നിങ്ങളൊരു റൈറ്റപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യുക. റൈറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻട്രൊഡക്ഷൻ വേണം, അതുപോലെ ബോഡി, കൺക്ലൂഷൻ, ഇതൊക്കെ വേണം കേട്ടോ. Then you can write as the water covered the floor of the house, people went to the roof of the house or to the higher floors. നമുക്കറിയാം, നമ്മൾ കണ്ടതാണ് ഒരുപാട് അല്ലേ. കമ്മ്യൂണിക്കേഷൻസ് വർ കട്ട്, ഇലക്ട്രിസിറ്റി വാസ് ഓഫ്, നോ ഫുഡ് ടു ഈറ്റ്. ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ഇവരുടെ ഗ്രേറ്റ് കറേജ് ആൻഡ് ഡിറ്റർമിനേഷൻ ദ റെസ്ക്യൂഡ് ദ പീപ്പിൾ, അവരങ്ങനെ ആളുകളെ രക്ഷിച്ചു. ഓക്കെ. ദെൻ അടുത്തത്, ഡ്യൂറിങ് എ നാച്ചുറൽ ഡിസാസ്റ്റർ ലൈക്ക് ഫ്ലഡ് വി ഷുഡ് ആക്ട് ഇൻ്റലിജൻ്റ്ലി ടു മിനിമൈസ് ഡാമേജ് ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. ഹെൻസ് ഇറ്റ് ഈസ് ബെറ്റർ ടു തിങ്ക് ഓഫ് വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു ബിഫോർ ഹാൻഡ് സോ ദാറ്റ് വി വോണ്ട് പാനിക് ഡ്യൂറിങ് സച്ച് ഡിസാസ്റ്റേഴ്സ്. റൈറ്റ് ഡു ഓർ ഡോണ്ട് അഗെയിൻസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ ബിലോ. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ വരുമ്പം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? എല്ലാവരെയും പാനിക്കാക്കുന്ന, എല്ലാവരെയും ഭയപ്പെടുത്തുന്ന തരത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ വാട്സപ്പിലൊക്കെ ഇങ്ങനെ പ്രചരിക്കാറുണ്ട് പലതും. പക്ഷേ അതൊന്നും ശരിയല്ല. നമ്മളത് ഫോർവേഡ് ചെയ്യുന്നതോടുകൂടി നമ്മളും ചെയ്യുന്നത് ഒരു ഫേക്ക് ന്യൂസ് നമ്മൾ ഇടാറുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ, നിങ്ങൾ ഡു ഓർ ഡോണ്ട് നിങ്ങളുടെ ഒരു ഐഡിയയ്ക്ക് ചെയ്യാനാണ് പറയുന്നത്. ലിസൺ ടു ഓൾ വാർണിംഗ്സ് ആൻഡ് അനൗൺസ്മെൻറ്റ്സ് കെയർഫുള്ളി. നമ്മളെല്ലാ വാർണിങ്സിനെ പറ്റിയിട്ടും അതുപോലെ എല്ലാ അനൗൺസ്മെൻറ്റും ഗവൺമെൻറ് കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിനിധികൾ കൊടുക്കുന്നതായിരിക്കും. അവരുടെ അനൗൺസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കെയർഫുള്ളി ശ്രദ്ധിച്ച് കേൾക്കണം. ശരിയാണോ തെറ്റാണോ? ശരിയാണ് അല്ലേ. അപ്പോൾ ഡു എഴുതാം. സ്റ്റേ ഓൺ റിവർ ബാങ്ക്സ് വെൻ ദ റിവർ ഈസ് ഫ്ലഡ് വരുന്ന സമയത്ത് പുഴക്കരയിൽ നിൽക്കുക. ശരിയാണോ? അല്ല. ദെൻ വാക്ക് ഓർ ഡ്രൈവ് അക്രോസ് എ ഫ്ലോയിങ് ഫ്ലഡ് വാട്ടർ. ഇങ്ങനെ ഒഴുകുന്ന വെള്ളപ്പൊക്കത്തിൻ്റെ ആ വെള്ളത്തിലൂടെ ഇങ്ങനെ കാറും വണ്ടികളും ഒക്കെ ഓടിച്ചു പോവുക. ശരിയാണോ? ശരിയല്ല. ക്യാരി ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ്, പേഴ്സണൽ ഐറ്റംസ് ആൻഡ് വാല്യുബിൾ അപ്സ്റ്റേഴ്സ് ഓർ ടു എ സേഫ് പ്ലേസ് ഡ്യൂറിങ് ഫ്ലഡ് വരുമ്പോൾ നമുക്ക് വേണ്ട വിലപിടിപ്പുള്ള സർട്ടിഫിക്കറ്റോ രേഖകളോ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പർ പാർട്ടിൽ കൊണ്ടുപോയി വെക്കുക, അല്ലെങ്കിൽ അപ്സ്റ്റേഴ്സിൽ വെക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും സേഫായിട്ട് എടുത്ത് കൊണ്ടുപോയി വെക്കുക അല്ലേ. ദെൻ സീക്ക് ഹെൽപ്പ് ഫ്രം അതേഴ്സ് വെൻ യു ആർ ഇൻ നീഡ്. നിങ്ങൾ മറ്റുള്ളവരാരെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കാം. ദെൻ
ടേക്ക് ആസ് മെനി തിങ്സ് ആസ് പോസിബിൾ ഫ്രം ഹോം വൈൽ എസ്കേപ്പിംഗ് ഫ്രം ഫ്ലഡ്. അപ്പോൾ വീട്ടിൽ നിന്ന് മാക്സിമം സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്ന അത്രയും കൊണ്ടുപോവുക ഈ ഒരു എസ്കേപ്പ് ചെയ്യുന്ന സമയത്ത്. പറ്റുമോ? ഇല്ല അല്ലേ? നമ്മൾ ജീവൻ കയ്യിൽ പിടിച്ചാണ് പോകേണ്ടത്, അല്ലാതെ സാധനങ്ങളൊക്കെ പോയി എന്ന് വിചാരിക്കേണ്ട. ഓക്കെ, ദെൻ ഡിസ്കസ് ഇൻ ദ ക്ലാസ് ദ അതർ ഡൂസ് ആൻഡ് ഡോൺസ് വി നീഡ് ടു ഫോളോ ഡ്യൂറിങ് എ കലാമിറ്റി. ഒരു നാച്ചുറൽ കലാമിറ്റി വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നിങ്ങൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ട് എഴുതാനാണ് പറയുന്നത് കേട്ടോ. അപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് എഴുതാം. ദർ ആർ മെനി ഡൂസ് ആൻഡ് ഡോൺസ് വി നീഡ് ടു ഫോളോ ഡ്യൂറിങ് എ കലാമിറ്റി. ഇൻ എ കലാമിറ്റി ദ ഫസ്റ്റ് പ്രിഫറൻസ് ഇസ് ഫോർ ദ ലൈഫ് ഓഫ് പീപ്പിൾ. ആളുകളുടെ ജീവനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇൻ എ കലാമിറ്റി വി ഷുഡ് നോട്ട് പാനിക്. നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. വി ഷുഡ് കീപ്പ് അവർ ഹെഡ്സ് കൂൾ ആൻഡ് തിങ്ക് ഓഫ് ദ വേസ് ഓഫ് സേവിങ് അവർ ലൈഫ്സ് ഫസ്റ്റ്. നമ്മുടെ ജീവൻ എങ്ങനെ രക്ഷിക്കണം എന്നുള്ള കാര്യത്തെ പറ്റി ആദ്യം ആലോചിക്കുക. ദെൻ വി വിൽ ഡു ഓൾ ദ തിങ്സ്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഗ്യാസ് ലീക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഈസ് കണ്ടക്ടിങ് എ വെബിനാർ ഓൺ ദ ടോപ്പിക് ഹൗ ടു സ്റ്റേ സേഫ് ഫ്രം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. എങ്ങനെ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഡിസാസ്റ്ററിൽ നിന്നും സേഫായിട്ടിരിക്കാം എന്നുള്ളൊരു വിഷയത്തെ സംബന്ധിച്ച് ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് എഴുതാൻ ഒരു പേപ്പർ ഇത് തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് എക്സാമ്പിൾ, നിങ്ങൾക്ക് എഴുതാം. Okay, obey orders by government and shift to safer place. Be at a safe place and try to collect correct information. Switch off the electrical supply and don't touch open wires, and don't get carried away by rumors and don't spread rumors. Okay, then do's and the switch off electrical and gas appliances and turn off the mains. Then carry your emergency kit and let it to your friends and family know where you are going, and avoid contact with the flood water and it may ബി കണ്ടാമിനേറ്റഡ്. അല്ലേ, ആ ഫ്ലഡുള്ള വാട്ടറിൽ നമ്മൾ എന്ത് ചെയ്യരുത്, മാക്സിമം ടച്ച് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇനി ഈ ജംഗിൾ എയർ ക്രാഷ് എന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒന്ന്, പ്രിപ്പയർ എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഓഫ് ജൂലിയാൻ സർവൈവൽ. അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കും, ഇത് തന്നെയായിരിക്കും ചോദിക്കുക. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നോക്കി വെച്ചാൽ മതി. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തോട്ട്സ് ഓഫ് ജൂലിയൻ ആഫ്റ്റർ ഹർ എസ്കേപ്പ്. അവളുടെ ഒരു രക്ഷപ്പെട്ടതിന് ശേഷം അവളൊരു ഡയറി എഴുതുകയാണ്, അല്ലെങ്കിൽ അവളുടെ മെമ്മയർ എഴുതുകയാണെങ്കിൽ അത് ചുരുക്കി എങ്ങനെ എഴുതും എന്നുള്ളതാണ് കേട്ടോ. ദെൻ പ്രിപ്പയർ 5 ക്വസ്റ്റ്യൻസ് ടു ഇൻ്റർവ്യൂ ജൂലിയാനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 ക്വസ്റ്റ്യൻസ് എഴുതാനാണ് പറയുന്നത്. ദെൻ ഇമാജിൻ ജൂലിയൻ നറേറ്റ്സ് എക്സ്പീരിയൻസ് ടു ഹർ ഫ്രണ്ട്സ്, പ്രിപ്പയർ ദ നറേറ്റീവ്. ജൂലിയൻ അവളുടെ ഫ്രണ്ട്സിനോട് ഈ ഒരു അനുഭവകഥ പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, ഒരു നറേറ്റീവ് എഴുതാനാണ് പറയുന്നത്. ദെൻ റൈറ്റ് എ ലെറ്റർ ടു ജൂലിയൻ കൺഗ്രാജുലേറ്റിംഗ് ഹർ. അവളെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ടൊരു കത്ത് തയ്യാറാക്കുക. ദെൻ യുവർ സ്കൂൾ ഈസ് ഓർഗനൈസിങ് എ മീറ്റിംഗ് ടു കൺഗ്രാജുലേറ്റ് ജൂലിയൻ, പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ഇറ്റ്. നിങ്ങളുടെ സ്കൂളിൽ ജൂലിയൻ വരുന്നുണ്ട്, അതിനൊരു നോട്ടീസ് തയ്യാറാക്കണം. എങ്ങനെയായിരിക്കും? ദെൻ പ്രിപ്പയർ എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ജൂലിയാൻ ആൻഡ് ദ മെസ്റ്റിസോ ഹണ്ടേഴ്സ്. കോൺവെർസേഷൻ ബിറ്റ്വീൻ മെസ്റ്റിസോ ഹണ്ടേഴ്സും ജൂലിയാനും തമ്മിലുള്ള സംഭാഷണം കേട്ടോ. പ്രിപ്പയർ പാരഗ്രാഫ് അബൌട്ട് ദി ഈവൻറ്റ്സ് ആഫ്റ്റർ ദ പ്ലെയിൻ ടുക്ക് ഓഫ്. പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ പാരഗ്രാഫായിട്ട് എഴുതാം. ഇത്രയും കാര്യങ്ങളാണ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കാം. ഓക്കെ, so I hope you understood what I said today. If you have any doubts, you can ask me. So thank you. Please subscribe and share.